ഇന്നത്തെ വീഡിയോയിൽ ഫാമിലുള്ള കാപ്പിച്ചെടികൾ പ്രൂൺ ചെയ്യുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത്. കാപ്പിയുടെ വിളവെടുപ്പിന് ശേഷം തോട്ടത്തിലെ മറ്റു മരങ്ങളിലെ ചോലകളെല്ലാം കളഞ്ഞിട്ടാണ് ഞങ്ങൾ കാപ്പിച്ചെടികളെല്ലാം പ്രൂൺ ചെയ്യുന്നത്. ഞങ്ങളുടെ നാട്ടിൽ പ്രൂണിങ്ങിന് കവാത്ത് എന്നാണ് പറയുന്നത്, ഞങ്ങളൊക്കെ പറയുന്നത് കവാത്ത് എന്നാണ്. അപ്പം ഈ സമയങ്ങളിലാണ് നമ്മൾ പ്രൂണിംഗ് ഒക്കെ ചെയ്തു തുടങ്ങുന്നത്. ഏകദേശം പ്രൂണിങ് ചെയ്ത് കഴിയാനായി. ഏപ്രിലോട് കൂടി തന്നെ നമ്മൾ കാപ്പിയുടെ പ്രൂണിംഗ് ഒക്കെ പൂർണ്ണമായിട്ട് തീർക്കണം. അപ്പൊ ഞങ്ങളുടെ തോട്ടത്തിൽ തന്നെ ഇന്നത്തോടു കൂടി ഏകദേശം പ്രൂണിംഗ് എല്ലാം കഴിഞ്ഞു തുടങ്ങും. കാപ്പിച്ചെടി പൂക്കാനായി നനച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ പൂക്കുന്നതിന് മുന്നേ പൂത്തതിന് ശേഷം നമുക്ക് കവാത്ത് എടുക്കാം. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കവാത്ത് എടുത്തതിന് ശേഷമാണ് തോട്ടം നനച്ചിരുന്നത്. എന്നാൽ ഈ വർഷം നമുക്ക് പണിക്ക് കവാത്ത് എടുക്കുന്ന ആളുകൾ വരാൻ വൈകിയത് കൊണ്ട് തന്നെ നമ്മൾ ഏകദേശം തോട്ടമൊക്കെ നനച്ചു. അതുപോലെ തന്നെ നല്ല രീതിയിൽ വേനൽ മഴയൊക്കെ കിട്ടി. അതിനുശേഷം പരിമ്പൊക്കെ പിടിച്ചതിന് ശേഷമാണ് നമ്മളിപ്പോൾ കവാത്ത് എടുക്കുന്നത്. രണ്ട് രീതിയിലും എടുക്കാം. എങ്ങനെ എടുത്താലും നമുക്ക് ഈ പറഞ്ഞ മാസങ്ങളിനുള്ളിൽ തന്നെ കവാത്തൊക്കെ തീർക്കണം എന്ന് മാത്രമേ ഉള്ളൂ. മറ്റു മരങ്ങളൊന്നും പ്രൂൺ ചെയ്യുന്നത് പോലെയല്ല കാപ്പി പ്രൂൺ ചെയ്യേണ്ടത്. ഇത് നല്ല രീതിയിൽ തന്നെ അറിയണം. വെറുതെ നമ്മൾ വെട്ടി അങ്ങനെ ചെടികളൊന്നും ക്ലിയർ ചെയ്യുകയല്ല. ഇതിന് നിർത്തേണ്ട വാത് മറ്റെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ചെയ്യാൻ. ഞങ്ങളുടെ തോട്ടത്തിലൊക്കെ വർഷങ്ങളായി ചെയ്യുന്നത് രാമസ്വാമിയേട്ടനാണ്. രാമസ്വാമിയേട്ടനൊക്കെ മറ്റു തോട്ടങ്ങളിലൊക്കെ കൂടുതൽ കവാത്ത് എടുത്തു കൊടുക്കാനുള്ളതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങളുടെ തോട്ടത്തിൽ തന്നെ വൈകിയത്. അവിടുത്തെ പണികൾ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മളിത് എടുക്കുന്നത്. ഇതൊക്കെ കൃത്യമായി അറിയണം. ഇപ്പൊ ഞാൻ തന്നെ ഇവരുടെ കൂടെയൊക്കെ നടന്ന് കവാത്തൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. കത്തി കയ്യിൽ പിടിച്ചിട്ടുണ്ട്, എന്നാലും കവാത്തൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. എന്നാലും ഇപ്പൊ ചെറിയ രീതിയിൽ ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാനും കവാത്ത് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ചെടിയിൽ തന്നെ ഇതിന്റെ മുകൾ ഭാഗത്തൊക്കെ ഏകദേശം കുറച്ച് അരിമ്പുകളുണ്ട്. ഇവിടെ കേടായത് കാരണം ഇതിനി നിർത്താൻ പറ്റില്ല. അപ്പൊ ഈ വർഷം ഇത് വെട്ടുന്നില്ല. പകരം രാമസ്വാമിയേട്ടൻ നമുക്ക് ചെയ്യുന്ന ഈ തേപ്പ് ഇവിടെ നിർത്തുകയാണ്. ഈ നിർത്തിയ തേപ്പ് അടുത്ത വർഷത്തേക്ക് സെറ്റായി കഴിഞ്ഞാൽ ഈ ഭാഗം ഇവിടെ വെച്ച് കട്ട് ചെയ്യും. അതുകൊണ്ട് ഈ വർഷം കൂടെ ഇതിന്റെ ഈ കമ്പിലുള്ള കാപ്പിച്ചെടി നമ്മൾ പറിച്ചെടുക്കും. അതിനുള്ള അരിമ്പുള്ളതൊക്കെ നിർത്തി വേണ്ടാത്ത കമ്പുകൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ വെട്ടി ഒഴിവാക്കുന്നത്. അടുത്ത വർഷത്തോടു കൂടെ ഇവിടെ വെച്ച് ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഭാഗം നിർത്തി ഇത് ഏകദേശം അത്യാവശ്യം വണ്ണം വെച്ച് വരും. എന്നിട്ട് ഇതിൽ പുതിയ അരിമ്പുകളും പുതിയ റക്കകളൊക്കെ പൊട്ടിയുണ്ടാവും. ഇത് നമ്മൾ പടർത്താനായിട്ട് ഏകദേശം ഇവരൊക്കെ പറഞ്ഞത് നമ്മൾ കുറച്ചുകൂടെ ഉയർന്നിട്ട് നമ്മൾ ഈ എൻഡ് ഭാഗം പൊട്ടിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ ചെടി പടർന്നു വരികയുള്ളൂ. കാപ്പിച്ചെടികൾക്ക് നനവ് കിട്ടിയാൽ പെട്ടെന്ന് ഇതുപോലെ കമ്പച്ചേർ ഉണ്ടാകും. ഈ കമ്പച്ചേർ പെട്ടെന്ന് തന്നെ പൊട്ടിച്ചു കൊടുക്കണം. ഇതിപ്പോ ആദ്യ തവണ ഉണ്ടായ കമ്പച്ചേറാണ്. ഈ വർഷം കാപ്പിയെല്ലാം നനച്ചതിന് ശേഷം ആദ്യം ഉണ്ടായ കമ്പച്ചേറാണ്. ഇത് കുറെയൊക്കെ കവാത്തെടുക്കുന്ന ആളുകൾ എടുത്തു പോകും. അതിനുശേഷവും വർഷത്തിൽ ഒരു 3 തവണയെങ്കിലും കമ്പച്ചേർ നമ്മൾ എടുത്തു കൊടുക്കണം. കാപ്പി വിളവെടുപ്പിന് മുന്നായിട്ട് 3 തവണയെങ്കിലും കമ്പച്ചേർ എടുത്തു കൊടുക്കണം. ഈ കമ്പച്ചേറിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു കിട്ടിയ അരിമ്പ് ഈ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ പിടിച്ചിട്ടിയ അരിമ്പുകളുണ്ട്. ഈ അരിമ്പിന്റെ ഒക്കെ ഈ ശക്തി പോയി പോകും. അതായത് ഇതിന്റെ പിടുത്തം കുറഞ്ഞു പോകും. അതുപോലെ തന്നെ അരിമ്പ് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടില്ല. അങ്ങനെ പ്രശ്നങ്ങൾ വരും. വലുതായി കഴിഞ്ഞിട്ട് കാപ്പിയൊക്കെ സെറ്റായതിനു ശേഷം ഉണ്ടാകുന്ന കമ്പച്ചേർ കാപ്പിയുടെ വളങ്ങളെല്ലാം കൂടുതലായിട്ട് ഇത് വലിച്ചെടുത്തിട്ട് കാപ്പി കൊടുക്കുന്ന വളങ്ങളൊക്കെ വലിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ കാപ്പി തന്നെ ആയി കഴിഞ്ഞ കുരുവിലിന്റെ വണ്ണമൊക്കെ കുറയാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വർഷത്തിൽ 3 തവണയെങ്കിലും കമ്പിച്ചേറുകൾ പൊട്ടിക്കും. ഇത്തവണയുള്ളത് കവാത്തിന്റെ ആളുകൾ തന്നെ എടുക്കുന്നുണ്ട്. എന്നാലും അവരുടെ മുന്നേ തന്നെ ഞാനും കുറച്ച് കമ്പിച്ചേറൊക്കെ എടുത്തു കൊടുക്കണം. അവർക്ക് എളുപ്പമാവും പണികളൊക്കെ. അവർക്ക് മോൾ ഭാഗം മാത്രം ക്ലീൻ ചെയ്താൽ മതി. അടിഭാഗത്തെ കമ്പിച്ചേറൊക്കെ നമ്മൾ ഇതുപോലെ എടുത്തു കൊടുക്കും. കമ്പിച്ചേറ് എടുക്കുമ്പോൾ ചില കമ്പിച്ചേറുകൾ നിർത്തേണ്ടി വരും. ഇപ്പൊ ഇതൊക്കെ കഴിഞ്ഞ വർഷം നിർത്തിയ കമ്പിച്ചേറാണ്. ഈ ചെടി മോശമായതിന്റെ ഒക്കെ താഴ്ഭാഗത്ത് ഒരു കമ്പിച്ചേറ് നിർത്തി വരും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ചെടി മോശമായതിൽ മാത്രമേ നിർത്തുള്ളൂ. എല്ലാത്തിലൊന്നും നമ്മൾ ഇതുവരെ കമ്പിച്ചേറ് നിർത്തില്ല. ഇപ്പോഴൊക്കെ ഇവർ എടുക്കുന്ന ചെടിയുടെ കുത്തിറക്കാണ് പൊട്ടിക്കുന്നത്. അതായത് മുകളിലോട്ട് പോയത്. ഈ മുകളിലോട്ട് പോയ കുത്തിറക്കൊക്കെ നമ്മൾ പൊട്ടിച്ചെടുക്കണം. അത് ഇതുപോലെ തന്നെ അവരെല്ലാം പൊട്ടിച്ചെടുക്കും. അതൊന്നും നമ്മൾ നിർത്തില്ല. അങ്ങനെ മുകളിലോട്ട് ചെടീനെ പടർത്തി വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ കാപ്പി കുറയും. നമ്മുടെ ചെടി നല്ല ഉയർന്നു പോയിട്ട് പറിച്ചെടുക്കാനൊക്കെ അതുപോലെ ബുദ്ധിമുട്ടാവും. നമ്മൾ കാണുമ്പോൾ നല്ല ബാധമായിരിക്കും, പക്ഷെ അത് നിർത്തില്ല. അതൊക്കെ കുത്തിറക്കി ആയിട്ട് ഇവർ ഒഴിവാക്കുന്ന ഭാഗങ്ങളാണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് 2 ദിവസം മുന്നേ ഞങ്ങളുടെ തോട്ടത്തിൽ കവാത്തെടുത്തൊരു ഭാഗത്താണ്. ഈ കാണുന്ന കമ്പുകളൊക്കെ ഈ ചെടിയിൽ നിന്ന് വെട്ടിയതാണ്. ഇതിലൊന്നും പുതിയ വാതുകളില്ല. അതുപോലെ തന്നെ ഇതിലൊന്നും അരിമ്പ് പിടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ ചെടി ഇങ്ങനെ വെട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഈ വെട്ടിയ സ്ഥലത്ത് ഈ ഒരു മാസം കൊണ്ട് പുതിയ റക്കകൾ പൊട്ടും. നല്ല മഴയും നനവൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ പുതിയ റക്കകൾ പൊട്ടി ഈ വർഷം കുറച്ച് കാപ്പി കുറഞ്ഞാലും ഈ വർഷം ഇപ്പൊ ഇതിന്റെ ഈ നിർത്തിയ വാതിൽ മാത്രം കുറച്ചൊക്കെ കാപ്പികൾ ഉണ്ടാവുള്ളൂ. അടുത്ത വർഷത്തേക്ക് ഈ റക്കകളെല്ലാം നല്ല രീതിയിൽ പൊട്ടി വന്ന് പുതിയ റക്കകൾ വന്ന് അതിൽ നല്ല രീതിയിൽ ഇതുപോലെ തന്നെ കമ്പുകളൊക്കെ വന്ന് നല്ല അരിമ്പുകൾ ഉണ്ടാവും. അപ്പൊ ഈ ഒരു വർഷം കുറഞ്ഞാലും അടുത്ത വർഷത്തേക്ക് ചെടി നല്ല രീതിയിൽ വരും. അങ്ങനത്തെ ചെടികൾ മാത്രമാണ് നമ്മൾ പൂർണ്ണമായിട്ട് ഇതുപോലെ വെട്ടുന്നത്. ഇപ്പം കവാത്ത് അറിയുന്ന ആളുകളൊക്കെ ചെയ്യുന്നത് എല്ലാ ചെടികളും ഒരേപോലെ വെട്ടില്ല. നമ്മുടെ തോട്ടത്തിൽ തന്നെ ഒരു കുറഞ്ഞ ചെടികൾ മാത്രം ഓരോ വർഷവും വെട്ടും. അപ്പൊ നമ്മളെ കാപ്പി നിലനിർത്താൻ സാധിക്കും. നമുക്ക് കൂടുതൽ ചെടികൾ വെട്ടിക്കഴിഞ്ഞാൽ ആ വർഷം തീരെ കാപ്പി ഉണ്ടാവില്ല. അപ്പൊ കുറച്ച് ചെടികൾ വെട്ടുമ്പോൾ ഈ ചെടികൾ പിറ്റത്തെ വർഷം നന്നായി വരികയും ചെയ്യും. നമ്മുടെ തോട്ടത്തിലെ കാപ്പി വിളവെടുപ്പ് കിട്ടുന്ന ശേഷം ആവറേജ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മുടെ ഫാമിലെ കാപ്പിച്ചെടികൾ നനയ്ക്കുന്നതും അതുപോലെ തന്നെ നനച്ച ശേഷം പൂത്തതും നമ്മൾ വീഡിയോയുടെ കാണിച്ചിരുന്നു. അന്നൊന്നും ചെടികൾ ഇത്ര വൃത്തിയില്ലായിരുന്നു.
ഇപ്പൊ പ്രൂണിങ്ങിന് ശേഷം ചെടികൾ നല്ല വൃത്തിയായിട്ടുണ്ട്. അതുപോലെ തന്നെ മഴയും നനവൊക്കെ കിട്ടിയോണ്ട് ഇതുപോലെ തളിർപ്പുകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ നല്ല തളിരി ഇലകൾ ഇതിന്റെ മുൻഭാഗത്തായിട്ട് വന്നതാണ്. ചെടികളെല്ലാം പൊട്ടി തെഴുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അരിമ്പുകളൊക്കെ നല്ല രീതിയിൽ തന്നെ സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അടുത്ത വർഷത്തേക്ക് പറിക്കാനുള്ള കാപ്പിക്ക് ഈ വർഷം സെറ്റായ അരിമ്പുകളാണ്. ഇതൊന്നും പോയി കിട്ടില്ല. ഇതിനൊക്കെ നല്ല വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ അരിമ്പൊക്കെ വളർന്ന് കാപ്പിയുടെ മണികളായി തീരും. ഈ കാണുന്ന ചെടി കഴിഞ്ഞ വർഷം നല്ല വെട്ടിയ ചെടിയായിരുന്നു. ഇപ്പൊ ഇതിന് പുതിയ വാതുകളൊക്കെ വന്ന് നല്ല വൃത്തിയായിട്ടുണ്ട് ചെടി. ഇങ്ങനെയാവും നമ്മൾ വെട്ടിക്കൊടുത്ത ചെടികൾ. ചെടീന്റെ ഹൈറ്റ് കുറയും. അതുപോലെ തന്നെ ഇതൊക്കെ പുതിയ വാതുകൾ വന്നതാണ്. പുതിയ വാതിലൊക്കെ ഈ വർഷം അരിമ്പും പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്താൽ നമ്മൾ കഴിഞ്ഞ വർഷം നല്ല വെട്ടിയ ചെടി പിറ്റത്തെ വർഷം ഈ രീതിയിൽ കിട്ടുന്നതുകൊണ്ട് ഒരു 4-5 വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫാമിലെ എല്ലാ ചെടികളും ഒരേപോലെ ഇങ്ങനെ വൃത്തിയായി കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ വർഷം വർഷം കുറച്ച് ചെടികൾ പൂർണ്ണമായിട്ടും നല്ല വെട്ടി ഒഴിവാക്കിയിട്ട് ക്ലിയർ ആക്കി കൊണ്ടുവരുന്നത്. അപ്പൊ ഇതിലൊക്കെ നല്ല അരിമ്പും സെറ്റായി നല്ല പടർന്ന് അതുപോലെ ഇത് കാപ്പികളൊക്കെ പറിച്ചെടുക്കാൻ നമുക്ക് ഹൈറ്റ് ആണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഇത് ഹൈറ്റ് വളരെ കുറവാണ്. നമുക്ക് നല്ല പറിച്ചെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ഈ ചെടിയിലെ കാപ്പിയിലൊക്കെ നല്ല അരിമ്പും പിടിച്ചിട്ടുണ്ട്. ചെടിക്ക് ഒന്നുകൂടെ എനർജി വരും. അതായത് ചെടി ഒന്നുകൂടെ പുതിയ വാതുകളും റെക്കകളൊക്കെ വരുമ്പോൾ ചെടിക്ക് ഒന്നുകൂടെ കരുത്ത് വരുന്നുണ്ട്. വെട്ടാത്ത ചെടികളിലൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ കഴിഞ്ഞ വർഷം ഉണ്ടായ ഉണക്കക്കമ്പുകളൊക്കെ പൊട്ടിച്ച് ഒരു ക്ലീനിങ് മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ അതിൽ ഏകദേശം എല്ലാ അരിമ്പുകളൊക്കെ അവിടെ നിർത്തും. അത് അരിമ്പുകളൊന്നും കളയില്ല, വെട്ടുകയൊന്നുമില്ല. അതിൽ കഴിഞ്ഞ വർഷം ഉണ്ടായ പഴയ ഇതുപോലെയുള്ള ഉണക്ക കമ്പുകളൊക്കെ പൊട്ടിച്ച് കളയാണ് ചെയ്യുന്നത്. ചില കാപ്പി കർഷകർ ഇതുപോലെ കവാത്ത് എടുത്താൽ കാപ്പി കുറയെന്ന് പറഞ്ഞിട്ട് കവാത്ത് എടുക്കാറില്ല. അങ്ങനെ കവാത്ത് എടുക്കാതെ ഒരിക്കലും നമ്മൾ നിൽക്കരുത്. എന്താ വെച്ചാൽ ഓരോ വർഷവും നമുക്ക് കാപ്പി ഉണ്ടാവുന്നത് പുതിയ റക്കകൾ വേണം. ആ റക്കകൾ നമ്മൾ കവാത്ത് എടുത്താൽ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പൊ ഞങ്ങളൊക്കെ തന്നെ കവാത്ത് എടുത്തിട്ട് ഞങ്ങൾക്ക് ഓരോ വർഷം കാപ്പി കൂടുക എന്നല്ലാതെ കുറയുന്നില്ല. അറിയാത്ത ആളുകളെ കൊണ്ട് നമ്മൾ കവാത്തൊക്കെ എടുപ്പിച്ച് അവർ ചെടികളെല്ലാം മുഴുവൻ വെട്ടി കുറച്ചു പോലും കാപ്പികൾ നമ്മുടെ തോട്ടത്തിൽ നിർത്താതെ സംഭവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കാപ്പികൾ കുറയുന്നത്. അറിയുന്ന ആളുകളെ കൊണ്ട് ഇതുവരെ ചെയ്യിക്കുകയാണെങ്കിലൊക്കെ നമുക്ക് കാപ്പി കുറയാതെ ആവറേജ് കാപ്പി എപ്പോഴും നമുക്ക് കിട്ടുകയും ചെയ്യും. ചെടികൾ എപ്പോഴും പുതിയ റക്കകളൊക്കെ വന്ന് നല്ല വൃത്തിയായി നിൽക്കുകയും ചെയ്യും. ഈ വർഷം നല്ല കാലാവസ്ഥ കിട്ടിയതുകൊണ്ട് കാപ്പികളെല്ലാം നല്ല രീതിയിൽ പിടിച്ചു കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാപ്പിക്ക് നല്ല വിലയുമുണ്ട്. കാപ്പി കൃഷി ചെയ്യുന്ന എല്ലാവരും ഇതുപോലെ തന്നെ കൃത്യസമയത്ത് കാപ്പിച്ചെടികൾ അറിയുന്ന ആളുകളെ കൊണ്ട് പ്രൂൺ ചെയ്യിച്ചാൽ അടുത്ത വർഷം നല്ല രീതിയിൽ കാപ്പികളെല്ലാം പിടിച്ചു കിട്ടും.